ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കറി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. പച്ചക്കായ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. നല്ല വിളഞ്ഞ ഒരു കായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് മുറിച്ച് കളഞ്ഞ ശേഷം ഈ അരിമ്പ് ഭാഗം ഒന്നും കൂടി ചെത്തിക്കളയാം. അതിന് ശേഷം ഒരു പീലർ വെച്ചിട്ടോ മറ്റോ ഇതിൻ്റെ ഒരു തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. ഈ രീതിയിൽ മുഴുവൻ തൊലിയും കളയണമെന്നില്ല, കുറച്ച് തൊലി അതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ. അതിനുശേഷം നമ്മളിത് നാലായിട്ടൊന്ന് കീറിയെടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് എടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടാം. എപ്പോഴും കായയൊക്കെ അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇടണം. കായക്കൊക്കെ ഒരു കറയുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെക്കുകയാണെങ്കിൽ ഈ കായയിലെ കറ കംപ്ലീറ്റ് പോയി കിട്ടും. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഒരു 3-4 വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോൾ ആ കായയുടെ കറ മുഴുവനും പോയി കിട്ടും. ഇനി ഈ കറിയിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പഴുത്ത തക്കാളിയാണ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ പച്ചമുളക് ഒന്ന് കീറിയിടാം. അതുപോലെ തക്കാളി നീളത്തിൽ വെച്ച് കനത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഇതുപോലെ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പുളി ആവശ്യമുണ്ട്. ഞാൻ ഇതുപോലെ ഒരു വലിയ നെല്ലിക്ക മുഴുപ്പിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചട്ടിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ആ എണ്ണ. എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഈ കായ ഇട്ട ഉടനെ തന്നെ നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഈ എണ്ണയിലിട്ടിട്ട് ഈ കായ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കായ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കായ മുങ്ങിക്കിടക്കത്തക്ക വണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കഴിയുമ്പം ഇത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജാറ് കഴുകിയ വെള്ളം പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച്. കറിയൊക്കെ നന്നായി തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകണ്ട. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉള്ളി താളിച്ചിടാം.
വയ്ക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പം ഒരു 5-8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ കൊണ്ടുള്ള ഈ കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്